മെഷീൻ ലേണിംഗ് മോഡലുകൾ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട 2 ചാലഞ്ചുകളാണ് അണ്ടർ ഫിറ്റിങ്ങും ഓവർ ഫിറ്റിങ്ങും. എന്താന്ന് പറയുന്നതിന് മുമ്പ് ഒരു എക്സാമ്പിൾ പറയാം. ഒരു ക്ലാസ്സിൽ നമ്മൾ മാത്സ് പഠിപ്പിക്കുകയാണ്. അപ്പം പല കുട്ടികളും പല രീതിയിലായിരിക്കും കാര്യങ്ങൾ ലേൺ ചെയ്യാം. നമ്മൾ ബേസിക് കാര്യങ്ങൾ തൊട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട ലെവലിൽ വരെ കാര്യങ്ങൾ പറഞ്ഞാലും ചില കുട്ടികൾ ബേസിക്സ് മാത്രമേ പഠിക്കുള്ളൂ. അപ്പൊ അവർക്ക് എന്താ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. ചില കുട്ടികൾക്ക് ബേസിക്സ് തൊട്ട് നമ്മൾ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷെ അവർക്ക് പുതിയൊരു പ്രോബ്ലം അവർ പഠിച്ചതിന് പുറമേ നിന്ന് പുതിയൊരു പ്രോബ്ലം കൊടുക്കുന്ന സമയത്ത് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവ് ഇല്ലാതിരിക്കാം. ചില കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും അറിയാം, അതിന് പുറമെ പുതിയൊരു പ്രോബ്ലം കൊടുത്താലും അതും സോൾവ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. ഇതേ കാര്യം ഒരു മെഷീൻ ലേണിംഗ് മോഡലിന്റെ കേസിൽ പറയുന്ന സമയത്ത് മോഡലുകൾ എന്ത് ചെയ്യും? ആവശ്യമുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ലേൺ ചെയ്യാണ്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ലേൺ ചെയ്യുള്ളൂ. അത് ഒന്നെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള മോഡൽ ഉണ്ടാക്കിയെടുത്തത് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ റെലവെന്റ് അല്ലാത്ത ആവശ്യമുള്ള ഫീച്ചേഴ്സ് ഒന്നും തന്നെ ആഡ് ചെയ്യാത്തത് കൊണ്ട്, അതേപോലെ വളരെ ആവശ്യത്തിനുള്ള ട്രെയിനിങ് കൊടുക്കാത്തത് കൊണ്ടൊക്കെ തന്നെ മോഡലുകൾ കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് പ്രഡിക്ട് ചെയ്യാതിരിക്കാം. ഈ ഒരു കേസിനെയാണ് അണ്ടർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. ട്രെയിനിങ് ഫേസിൽ തന്നെ അണ്ടർ ഫിറ്റിംഗ് ആണ് എന്നത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചില സിംറ്റംസ് നമ്മളെ മോഡൽ തരും. അതായത് ട്രെയിനിങ് ഡേറ്റ ഉണ്ട്, ടെസ്റ്റിംഗ് ഡേറ്റ ഉണ്ട്. നമ്മൾ ട്രെയിനിങ് ഫേസിൽ കൊടുക്കുന്ന ഡേറ്റയാണ് നമ്മൾ ട്രെയിനിങ് ഡേറ്റ ആണ്. അതെല്ലാം കഴിഞ്ഞ് നമ്മളുടെ മോഡൽ കൃത്യമായിട്ടാണോ വന്നിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ടെസ്റ്റിംഗ് ഡേറ്റ. ഈ അണ്ടർ ഫിറ്റിംഗിന്റെ കേസിൽ ട്രെയിനിങ് ഡേറ്റയും ടെസ്റ്റിംഗ് ഡേറ്റയും രണ്ടിലും നല്ലപോലെ എറർ കാണിക്കും. അതേപോലെ ചെറിയ ചെറിയ പാറ്റേൺസ് എല്ലാം ലേൺ ചെയ്യുന്നതിൽ വളരെ കോംപ്ലക്സിറ്റി കൂടുതലായിരിക്കും മോഡലുകൾക്ക്. ഇതിനാണ് അണ്ടർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. ഓവർ ഫിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡല് വളരെ കോംപ്ലക്സിറ്റി കൂട്ടി ഡെവലപ്പ് ചെയ്തതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ കൊടുത്ത കാര്യങ്ങൾ ട്രെയിനിങ് ഡേറ്റ കൃത്യമായിട്ട് ലേൺ ചെയ്യും, പക്ഷെ പുതിയൊരു ഡേറ്റ കൊടുക്കുന്ന സമയത്ത് അത് ലേൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് കാണിക്കുന്ന കുറച്ച് സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിങ് എറർ കുറവായിരിക്കും, ടെസ്റ്റിംഗ് എറർ കൂടുതലായിരിക്കും. ഈ പറഞ്ഞ പോലെ പുതിയൊരു ഡേറ്റ് കൊടുക്കുന്ന സമയത്ത് എറർ വളരെയധികം കൂടുതലായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഓവർ ഫിറ്റിങ്ങും അണ്ടർ ഫിറ്റിങ്ങിനെ പറ്റി പറയാനുള്ളത്. ഇതിന് പുറമെ ബെസ്റ്റ് ഫിറ്റിംഗ് എന്നുള്ള ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ട്രെയിനിങ് പീരീഡിൽ കൊടുത്ത ഡേറ്റയും കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഔട്ട്പുട്ട് പ്രഡിക്ട് ചെയ്യും. അതിന് പുറമെ ടെസ്റ്റിംഗ് ഡേറ്റയും കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഔട്ട്പുട്ടുകൾ പ്രഡിക്ട് ചെയ്ത് തരും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്.